പറ്റിയെന്ന് ചോദിച്ചപ്പോ മമ്മി പറഞ്ഞത് ഒരു നിസ്സാര കാരണം. ആരെ മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചത്? ആരെ മമ്മിയെ ആക്രമിച്ചതെന്ന് പറ മമ്മി. ആരെ മമ്മി പേടിക്കുന്നേ? പറയാൻ. ആരെന്നറിയില്ല മോളെ. ആരാണെന്ന് മമ്മിക്ക് അറിയില്ല. പക്ഷെ കൃഷ്ണയ്ക്ക് വേണമെങ്കിൽ അത് മമ്മിയെ അറിയിക്കായിരുന്നു. മമ്മി തൊട്ടു മുന്നേ പറഞ്ഞതാ. സിനിച്ചിക്ക് ഇതിനെ കുറിച്ച് എന്തേലും അറിയാവോ? അത് മാഡം, മമ്മി ഏറെ ആഗ്രഹിച്ച ഗവൺമെന്റ് പ്രൊജക്ട് സ്വന്തമാക്കിയത് കൃഷ്ണയാണ്. മോളെ, അതിനുള്ള പണം അവൾക്ക് എവിടുന്നാ? പവർ എവിടുന്നാ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ മമ്മി? അത് അവൾ ചെന്ന നാട്ടില് അവളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും നമ്മുടെ മാറ്റർ അല്ലല്ലോ ഗാഥ. അവൾ എവിടെയായാലും എന്ത് ചെയ്താലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ കുട്ടി. ഇത് എന്ത് പറ്റി മമ്മി? ഞാൻ അറിയുന്ന സിത്താര ശ്രീനിവാസന് ഇത് എന്താ പറ്റിയത്? ഒരു തോൽവി സംഭവിച്ച തോൽപ്പിച്ചവനെ തിരഞ്ഞു പിടിച്ച് തിരിച്ചടിച്ചിട്ടല്ലാതെ വിശ്രമിക്കാത്ത ഒരു സിത്താര ശ്രീനിവാസൻ ഉണ്ടായിരുന്നു എന്റെ മുന്നില്. പക്ഷെ ഇപ്പൊ മമ്മിയുടെ മുഖത്ത് ആ വാശിയില്ല, ചങ്കൂറ്റമില്ല. എന്താ മമ്മി അവളെ പേടിച്ചോ ആ കൃഷ്ണയെ? എന്നിട്ട് അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചോ? മാഡം, കൃഷ്ണയല്ല ഇതൊന്നും ചെയ്തത്. ഇനി ഈ വീട്ടില് ഒരാള് പോലും കൃഷ്ണയെ ന്യായീകരിച്ച് പറയാൻ പാടില്ല. അവൾ എന്നെ ചതിച്ചു. വിഷുവിന്റെ തലേന്ന് അവൾ എന്റെ വേഷം കെട്ടി കളരിക്കരി ചെന്നു, പൂജകൾ ചെയ്തു, നവീന്റെ ബെഡ്റൂമില് ആദ്യരാത്രി ആഘോഷിച്ചു. എന്നിട്ട് അടുത്ത നീക്കം ദേ മമ്മിയുടെ നേരെ. മമ്മിയുടെ ബിസിനസ്സില് മമ്മിക്കെതിരെ നിന്ന് മമ്മിയെ തോൽപ്പിച്ചു. ഇങ്ങനെ ഒരുത്തിയെ വെറുതെ വിടണമെന്ന് സിനിച്ചേച്ചി പറഞ്ഞാലും മമ്മി പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഗാഥ, മോളെ, കാര്യങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് നീ. കോംപ്ലിക്കേറ്റഡ് ആവട്ടെ മമ്മി. ഇത്രയ്ക്ക് ചെയ്തു തീർക്കാൻ ആ വേലക്കാരിയുടെ മകൾക്ക് സാധിക്കുമെങ്കിൽ ഗാഥ ശ്രീനിവാസനെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്ര പേരുണ്ടായാലും ആരൊക്കെ ഉണ്ടായാലും ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല.